ക്രൂസ് ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഒരു സിമ്പിൾ ഐലൻഡ് വിസിറ്റ് ആയിരിക്കുമെന്ന്. ബട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ജമൈക്കയിൽ പോയപ്പോഴാണ് കണ്ടത് അത് ജസ്റ്റ് ഒരു ഐലൻഡ് അല്ല, അതൊരു വൈബാണ്. ഓ വെയിറ്റ്, ഞാൻ ഇപ്പോഴും ഇൻട്രോ പറയാൻ മറന്നു. കഴിഞ്ഞ വീഡിയോയിൽ 2-3 പേര് പറഞ്ഞായിരുന്നു ഇൻട്രോ പറഞ്ഞില്ലല്ലോ എന്ന്. സോ ഈ വീഡിയോയിൽ നമുക്ക് ഒഫീഷ്യലി ഇൻട്രോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ടു അവർ ചാനൽ പോയാലോ അമീഗോസ്. മോർണിംഗ് നമ്മൾ ക്രൂസിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് തിങ് കാണുന്നത് നല്ല പച്ച കളറിലുള്ള മൗണ്ടെയിൻസ്, അതുപോലെ നല്ല ബ്ലൂ വാട്ടർ, പിന്നെ ചെറിയ ചെറിയ കളർഫുൾ ഹൗസസ്. ക്രൂസ് പതിയെ പോർട്ടിൽ ചെന്നെത്തുമ്പോൾ നമുക്കൊരു കരീബിയൻ എനർജി കിട്ടും. ജമൈക്ക ആക്ച്വലി കരീബിയനിൽ ഉള്ള ഒരു ഐലൻഡ് കൺട്രിയാണ്. പോപ്പുലേഷൻ ഒരു റഫ്ലി 3 മില്യൺ മാത്രമേ ഉള്ളൂ. ബട്ട് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് പറയുമ്പോൾ ചെറിയ ഐലൻഡ് ആയിട്ടും ജമൈക്ക വേൾഡ് ഫേമസ് ആണ്. മ്യൂസിക്, സ്പോർട്സ്, കൾച്ചർ എല്ലാത്തിനും. ആൻഡ് നമ്മൾ പോർട്ടിൽ ഇറങ്ങുമ്പോൾ ആദ്യം കേൾക്കുന്നത് മ്യൂസിക് ആണ്. അതുപോലെ തന്നെ ജമൈക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബോബ് മാർലിനെയാണ്. ബോബ് മാർലി റെഗെ മ്യൂസിക്കിന്റെ വേൾഡ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ലെജൻഡാണ്. നമ്മൾ ജമൈക്കയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഫോട്ടോസ്, പിന്നെ പോസ്റ്റർ എല്ലാം കാണാൻ പറ്റും. ക്രൂസ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ജമൈക്കയിലെത്തും. ക്രൂസിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്യാബോ അല്ലെങ്കിൽ ഊബറോ പിടിച്ച് ഐലൻഡ് കാണാൻ പോവാം, അല്ലെങ്കിൽ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ട്വിൻസ് റിവർ ഫോൾ കാണാനും പോവാം. അത് കാണാൻ പോകുമ്പോൾ യൂഷ്വലി ട്രാവൽ ഏജൻസി അറേഞ്ച് ചെയ്ത് തരുന്ന ട്രാൻസിറ്റിലാണ് പോകേണ്ടത്. അവർ നമുക്കൊരു റെസിപ്റ്റ് തരും. ബിക്കോസ് അവിടെ റീച്ച് ചെയ്യുമ്പോൾ എൻട്രി ടൈമിൽ അത് ചെക്ക് ചെയ്യും. പിന്നെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടാഗ് കൈ കെട്ടാൻ തരും. അത് കണ്ടിട്ട് അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ആ ഗ്രൂപ്പിലുള്ളതാണെന്ന്. അപ്പോൾ കുറച്ച് പേര് ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. നമ്മൾ ട്വിൻസ് റിവർ ഫോൾസ് കാണാൻ പോയി. വാട്ടർ ഫോൾ എക്സ്പീരിയൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ച് പോർട്ടിൽ വരണം. ബിക്കോസ് ക്രൂസ് ട്രാവൽ ഒരു ഇമ്പോർട്ടൻറ്റ് റൂളാണ് ഈവനിങ് 6 o'clock ആകുമ്പോഴത്തേനും തിരിച്ച് കയറണമെന്ന്. അത് കഴിഞ്ഞ് ഷിപ്പ് വീണ്ടും ഇങ്ങനെ യാത്ര തുടരും. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് കൈമാൻ ഐലൻഡ് ആയിരിക്കും. അങ്ങനെ ഈ ബസ്സിൽ ഗൈഡ് ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് നേരെ ചെല്ലുന്നത് ട്വിൻസ് റിവർ ഫോൾ കാണാനാണ്. പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോൾ ബസ് പാർക്ക് ചെയ്യും. നമ്മൾ കുറച്ചധികം നടക്കേണ്ടി വരും. നടക്കുന്ന വഴിയിൽ നമുക്ക് കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ ഈ നാട്ടിൽ കാണുന്ന പോലെ വഴിയോരത്ത് കുറേ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ബട്ട് ഉള്ളതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അത്യാവശ്യം നടക്കണം നമ്മൾ ആ എൻട്രി ഏരിയയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ ട്വിൻസ് വാട്ടർഫോൾ ഉള്ള ഏരിയയിൽ എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നടക്കണം. പിന്നെ പോകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു പോകാം. കുറച്ച് നല്ല ലാൻഡ്സ്കേപ്പിംഗ് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും അത്യാവശ്യം. അപ്പോൾ ഫുഡോ വെള്ളമോ എന്തെങ്കിലും വേണം എങ്കിൽ നേരത്തെ നമ്മൾ കൈ പിടിച്ചേക്കണം. സോ ദാറ്റ് നമ്മൾ ആ ഒരു ക്യൂ സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗ്രൂപ്പായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. വൺസ് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത് ആ ടാഗ് കയ്യിൽ കെട്ടാൻ നമുക്ക് തരും. അതവർ സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ടാണ് അവർ നമ്മൾ അകത്തോട്ട് കയറ്റുന്നത്. അതാണ് ഇവിടുത്തെ ഒരു എൻട്രി സെറ്റപ്പ്. വൺസ് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫോളിലേക്ക് പോകാൻ കുറച്ച് നടക്കേണ്ടി വരും. അപ്പോൾ ചുറ്റുവട്ടത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം, കുറച്ച് സ്നാക്സ് ഒക്കെ ക്യാരി ചെയ്ത് പോകുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ പോകുന്ന വഴിയിൽ നമുക്ക് നല്ല പച്ചപ്പ്, പിന്നെ നല്ല വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല ചൂടായിരിക്കത്തില്ല, അത്യാവശ്യം കുറച്ച് തണുപ്പായിട്ട് നമുക്ക് തോന്നും. ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, പെർഫെക്റ്റ് ഫോർ എ വെക്കേഷൻ അങ്ങനെയൊക്കെ പറയുമല്ലോ, ആ ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ നടന്ന് ഒരു പോയിന്റിൽ എത്തുമ്പോൾ താഴോട്ട് ചെല്ലുന്ന ഒരു സ്റ്റെയർസ് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ആ വാട്ടർഫോളിൻ്റെ ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്റ്റെയർസ് താഴോട്ട് എത്തുന്നത് ഈ ഒരു ലൊക്കേഷനിലാണെന്ന്. ബട്ട് അങ്ങനെ അല്ല, നമ്മൾ കുറച്ചുകൂടെ നടക്കണം. എന്നിട്ട് ഒരു പോയിന്റിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്വിൻസ് റിവർ ഫോൾ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ജമൈക്കയിലെ ഫേമസ് ബീച്ചസ് ആണ്. നമ്മൾ ഈ ക്രൂസ് ജേർണി ജമൈക്കനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ട് പോകുമ്പോൾ
അവിടെ കാണുന്ന വീഡിയോസ് ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഈ വെള്ളത്തിന് ആക്ച്വലി ഇത്രയും നീല കളർ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല അത്രയും ബ്യൂട്ടിഫുൾ ബ്ലൂ വാട്ടർ ആയിരിക്കും. ശരിക്കും വെള്ളം എന്ന് പറയുന്നത് കണ്ണാടി പോലെ തെളിഞ്ഞിരിക്കും. ഒരു പൊല്യൂട്ടൻസോ നമുക്ക് ഒരു മാലിന്യവും അവിടെ കാണാൻ പറ്റത്തില്ല. ശരിക്കും ഈ സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഷൈനിങ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് ഒരു ഷൈനിങ് ബ്രൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഈ ബീച്ചിൽ നിന്ന് നോക്കിയാലേ ഈ ആകാശവും വെള്ളത്തിനും ചിലപ്പോൾ സെയിം കളറായിട്ട് നമുക്ക് നന്നായി മിക്സായി പോകുന്ന പോലെ ഒരു ഫീല് വരും. അത് പെയിന്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വ്യൂ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡ്വെൻസ് റിവർ ഫോൾ ഒരു യുണീക്ക് വാട്ടർഫോൾ ആണ്. കാരണം ഇത് മൗണ്ടൈനിൽ നിന്ന് വരുന്ന വെള്ളം നേരെ കരേബിയൻ സീയിലാണ് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർഫോളും ബീച്ചും ഒന്നിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ലോകത്ത് തന്നെ കടലിലേക്ക് ഡയറക്റ്റ് ഫ്ലോ ചെയ്യുന്ന വാട്ടർഫോൾസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡൺസ് റിവർ ഫോൾസ് അതിലൊരു ഫേമസ് എക്സാമ്പിൾ ആണ്. And the crazy part is, people actually climb the waterfall. അതെ, ഒരു മനുഷ്യ ചങ്ങല പോലെ ആൾക്കാരൊക്കെ കൈ കോർത്ത് ആ വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ സൈഡിൽ കൂടെ അവർ ആ റോക്കിൽ ക്ലൈംബ് ചെയ്ത് മുന്നോട്ട് പോകും. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് അഡ്വെഞ്ചർ പ്ലസ് നേച്ചർ എക്സ്പീരിയൻസ് കമ്പയർഡ്. അതിനാലാണ് ജമൈക്കയിൽ വന്ന ഡൺസ് റിവർ ഫോൾ മിസ് ചെയ്യരുതെന്ന് ആൾക്കാർ പറയുന്നത്. പിന്നെ ജമൈക്കയെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് പറയാൻ പറഞ്ഞാൽ, നമ്മുടെ ഒളിമ്പിക് ലെജൻഡ് ഫാസ്റ്റസ്റ്റ് മാൻ ഉസൈൻ ബോൾട്ട് ജമൈക്കയിൽ നിന്നാണ്. അതുപോലെ നേച്ചർ ലവേഴ്സിന് ഒരു ഗുഡ് ന്യൂസ് ഉള്ളത്, ഇവിടുത്തെ സ്നേക്സ് എന്ന് പറയുന്നത് നോൺ പോയിസണസ് ആണ്. സോ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അഡ്വഞ്ചർ ലവേഴ്സിന് ഇവിടെ സിപ്പ് ലൈൻ പോലത്തെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സോ കുറച്ച് ത്രില്ല് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഡൺസ് റിവർ ഫോൾസിൽ വന്നാൽ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് പറയാം. ഫസ്റ്റ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫേമസ് വാട്ടർഫോൾ ക്ലൈംബ് ചെയ്യാൻ പറ്റും. ടൂറിസ്റ്റ് യൂഷ്വലി ഹാൻഡ് ഇൻ ഹാൻഡ് ആയി ഒരു ചെയിൻ പോലെയാണ് ക്ലൈംബ് ചെയ്യുന്നത്. ഗൈഡ്സ് അവിടെ ഹെൽപ്പ് ചെയ്യും. സോ സേഫ് ആയിട്ട് മുന്നോട്ട് പോവാം. ഈ വാട്ടർഫോളിന് താഴെ നാച്ചുറൽ പൂൾസ് ഉള്ളത് കാരണം നിങ്ങൾക്ക് സ്വിം ചെയ്യാം. ഇവിടുത്തെ അമേസിങ് സീനിക് ആയതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാതെ പോകാൻ പറ്റത്തില്ല. കാരണം വാട്ടർഫോളും ബീച്ചും ഒരേ ഫ്രെയിമിൽ കിട്ടും. സോ പ്ലേസ് ഫുൾ ഫോട്ടോജനിക് ആണ്. പിന്നെ ക്ലൈംബ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് പ്രോബ്ലം ഇല്ല. അവർക്ക് പാർക്ക് ഏരിയ എക്സ്പ്ലോർ ചെയ്യാം, നേച്ചറായി കണക്ട് ചെയ്ത് റിലാക്സ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അഡ്വഞ്ചർ ലവേഴ്സിന് സിപ്പ് ലൈൻസ് ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ എൻട്രൻസ് ഏരിയയിൽ ചെറിയ ലോക്കൽ ഷോപ്സ് ഉണ്ട്. അവിടെ ജമൈക്കൻ ക്രാഫ്റ്റ്സ് ഐറ്റം, ചെറിയ ഐറ്റംസ് ഒക്കെ കിട്ടും. സോ ഓവറോൾ പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് വാട്ടർഫോൾ അല്ല, ഇതൊരു ഫുൾ അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആണ്. വീഡിയോ കൂടുതൽ ലോങ് ആക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ നിർത്താം. ഈ ഐലൻഡിൽ കുറച്ച് നേരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. ബട്ട് വാട്ടർഫോൾസ്, ബീച്ചസ്, മ്യൂസിക് എല്ലാം കൂടി ജമൈക്ക ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയി. ബട്ട് നമ്മുടെ ക്രൂസ് ജേർണി ഇവിടെ തീരുന്നില്ല. നെക്സ്റ്റ് സ്റ്റോപ്പ് ഗ്രാൻഡ് കൈമൻ ഐലൻഡ്. അതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. സോ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.